നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ വളരെ പ്രിയപ്പെട്ട ഭക്തരാണ്. അപ്പോൾ അവർക്കൊക്കെ എന്തൊരു സന്ദേശമാണ് അങ്ങേക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്? സന്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്നത് വളരെ പുണ്യകാലമായിട്ടുള്ള വൈശാഖ മാസമാണ്. മാത്രമല്ല വൈശാഖ മാസം നമുക്ക് മഹാവിഷ്ണു ഭജനത്തിന് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു സവിശേഷമായിട്ടുള്ളൊരു മാസമാണ് വൈശാഖം. നമുക്കറിയാം ഗുരുവായൂരെ സംബന്ധിച്ച് വൈശാഖ മാസം എന്ന് പറഞ്ഞാൽ വൈശാഖത്തിലെ തിരക്കും വൈശാഖ മാസത്തിൻ്റെ പ്രത്യേകതകളും ഇപ്പോൾ നമ്മൾക്കറിയാം. അങ്ങനെ കുറേ വിശേഷങ്ങൾ അതിലൊരു കുറേ പ്രാധാന്യങ്ങളുള്ളൊരു മാസമാണ് ഈ വൈശാഖം. ആ വൈശാഖം ഉൾപ്പെടുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. അത് കഴിയുമ്പോഴേക്കും അഷ്ടമിരോഹിണിയായി, വിഷു, അഷ്ടമിരോഹിണി, അതുപോലത്തെ ഓണം, എല്ലാം വൈഷ്ണവ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നതൊക്കെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈശ്വരഭജനത്തിന്, മഹാവിഷ്ണു ഭജനത്തിന് വളരെ വിശേഷമായിട്ടുള്ള വൈശാഖ മാസമൊക്കെ ഉൾപ്പെടാൻ പോകുന്ന പ്രത്യേക ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ കാരുണ്യം ധാരാളമായിട്ട് ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവട്ടെ, എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാൻ പൂർണ്ണ കാരുണ്യ സ്വരൂപനായിട്ട് എന്നും വിളങ്ങട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് എല്ലാവരോടും പറയാനുള്ളത്.